ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ്. ഇന്ന് ഞങ്ങൾ ഒരു കല്യാണത്തിന് പോവാണ്. ഇത് ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നു. ഞാൻ പോണില്ല എന്ന് വിചാരിച്ച് ലാസ്റ്റ് മൊമെൻറ്റ് പോകാമെന്ന് വെച്ച കല്യാണമാണ്. ഞങ്ങളുടെ റിലേറ്റീവിൻ്റെ കല്യാണമായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം തന്നെ മോയ്സ്ചറൈസർ ഇട്ടു. ഇപ്പം ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത് സൺസ്ക്രീനാണ്. ഇത് നല്ല വാരിക്കോരി തേച്ച് കൊള്ളണം, കാരണം നല്ല പൊരി വെയിലാണ്. അപ്പോൾ നന്നായിട്ട് സൺസ്ക്രീൻ ഇടാം. അത് കഴിഞ്ഞിട്ട് ഞാനിതൊരു പുതിയ ടെക്നിക്ക് നോക്കുകയാണ്. എനിക്ക് ഫൗണ്ടേഷൻ ഇടാൻ ഇഷ്ടമല്ല. അപ്പോൾ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ എനിക്കൊരു ഭയങ്കര ഒരുമാതിരിയാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കൺസീലർ ഇങ്ങനെ നമുക്ക് ഈ ഒരു ഡാർക്ക് സർക്കിൾസ് ഉള്ള സ്ഥലങ്ങൾ, ഡാർക്ക് സ്പോട്ട്സ് ഉള്ള സ്ഥലങ്ങളിൽ മാത്രം കൺസീലർ വെച്ചിട്ട് ജസ്റ്റ് നന്നായിട്ട് ഡാബ് ചെയ്ത് അതിനെ ഒന്ന് ബ്ലെൻഡാക്കി കഴിയുമ്പോഴേക്കും നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ ഫൗണ്ടേഷൻ ഇട്ട് കഴിയുമ്പോൾ ഒരുമാതിരി കുറച്ച് ഓവറാണോ എന്ന് തോന്നില്ലേ? ആ ഒരു ഫീൽ ഇതിന് വരണേ ഇല്ല. ഭയങ്കര നാച്ചുറലായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് നേരം ലാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഇൻസൈറ്റിൻ്റെ കൺസീലറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നന്നായിട്ട് അത് ഡാബ് ചെയ്തിട്ട് നല്ല ബ്ലെൻഡാക്കി അതിന് ശേഷം ഇതിൻ്റെയാണ് ഐ ഷാഡോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അതിലൊരു കോപ്പർ കളർ ഷെയ്ഡ് എടുത്തിട്ടാണ് ഞാനിത് കണ്ട മുകളിൽ അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ അതിനും ഭയങ്കര ഒരു നാച്ചുറൽ ഫിനിഷാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഭയങ്കരമായിട്ട് എടുത്ത് നിൽക്കണമെന്നില്ല. അത് ഞാനൊരു സട്ടിൽ ആയിട്ടുള്ള മേക്കപ്പ് അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അതിട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫോണിലെ ക്യാമറ നോക്കിയിട്ട് ഐലൈനർ ഇടാൻ വേണ്ടി ട്രൈ ചെയ്യായിരുന്നു. നടക്കണില്ല. അപ്പോൾ ഞാൻ നേരെ പോയിട്ട് കണ്ണാടി നോക്കി മര്യാദയ്ക്ക് വൃത്തിക്ക് ഇടാൻ നോക്കി. അങ്ങനെ ഒരുവിധം ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഒരു ഫിനിഷിങ് ടച്ച് ഒക്കെ ചെയ്യാൻ പോവാണ്. അത് കഴിഞ്ഞ് ഞാൻ മസ്കാര ഇടുന്നുണ്ട്. ഇത് ഡാസ്ലറിൻ്റെ മസ്കാരയാണ്. ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മസ്കാരയാണ്. എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല. പക്ഷേ നന്നായിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ തട്ടുമ്പോൾ അത് പോകും കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഞാൻ ബ്ലഷ് ഇടുകയാണ്. ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് തന്നെയാണ് ബ്ലഷ് ഇടുന്നത്. അങ്ങനെ ചെയ്യരുതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ തൽക്കാലത്തിൽ എൻ്റെ ഒരു ബ്ലഷ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അത് വെച്ച് തന്നെ ബ്ലഷ് ആക്കി. ഞാൻ ഇവിടെ ടിൻറ്റഡ് ലിപ് ബാമാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. മെബിലിൻ്റെ ടിൻറ്റഡ് ലിപ് ബാം. അത് ഞാൻ തുടച്ച് കളഞ്ഞിട്ട് നിക്സിൻ്റെ ബുദാപെസ്റ്റ് ഷെയ്ഡാണ് ഈ ലിപ്സ്റ്റിക്ക്. ഇതാണ് ഇടുന്നത്. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ലിപ്സ്റ്റിക്കാണ്. എല്ലാവർക്കും വാങ്ങിച്ച് ട്രൈ ചെയ്യാൻ വേണമെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യും. കാരണം ഒരുവിധം എല്ലാവർക്കും ചേർന്ന് പോകുന്നൊരു ഷെയ്ഡാണ്. അപ്പോൾ ഇത് കഴിയാറായി എൻ്റെ കയ്യിൽ. അപ്പം ഇതിട്ട് കഴിഞ്ഞു. എന്നിട്ട് ഞാൻ മുടി കെട്ടാൻ പോവാണ്. മുടി കെട്ടുമ്പോൾ ഞാൻ ഇതുവരെ ഇങ്ങനെ നടുവഴ എടുത്തിട്ട് ഇങ്ങനെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും പുറത്തേക്ക് ഇട്ട് പോയിട്ടില്ല. അപ്പം ഞാൻ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് മുടി കെട്ടിയത്. പിന്നെ ഒരു കുഞ്ഞു പൊട്ടൊക്കെ തൊട്ടു. ഇത് ഒട്ടും മാച്ചില്ലാത്തൊരു വളയായിരുന്നു. പക്ഷേ ഇതെനിക്ക് ഇടാനുള്ളൊരു കൊതി കൊണ്ട് ഞാൻ വാങ്ങിച്ചിട്ട് ഇതിട്ടുണ്ടായിരുന്നില്ല. എവിടേക്കെങ്കിലൊക്കെ പോകുമ്പോൾ ഇടണ്ടേ, അതുകൊണ്ട് ഞാൻ എടുത്തിട്ടതാണ്. പിന്നെ ഒരു കമ്മലൊരു ചുമക്കാണ് ഇട്ടത്. സെറ്റ് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ. ഭയങ്കര ഷോർട്ടായിട്ടുള്ള വീഡിയോ ആണ്. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കണം. കാരണം ഭയങ്കര ഓവറായിട്ട് ഒരുപാട് പ്രൊഡക്റ്റ്സ് ഒന്നും വേണ്ട. കൺസീലർ വെച്ചിട്ട് തന്നെ കാര്യം കഴിയും. അപ്പോൾ അത് കൺസീലർ എനിക്ക് നല്ലൊരു ഹാക്കായിട്ട് തോന്നിട്ടോ. എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യണം. അപ്പം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.